അൻവറിന്റെ ഒരു പത്രിക തള്ളി തൃണമൂൽ സ്ഥാനാർത്ഥി മത്സരിക്കാൻ ആവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി വരുന്നത്. ഇപ്പോൾ KT സ്വാലിഹുണ്ട് വിവരങ്ങൾ നൽകാൻ. സ്വാലിഹ്, ഇന്നലെയാണ് PV അൻവർ പത്രിക നൽകുന്നത്. അപ്പോൾ തൃണമൂൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാവില്ല എന്നൊരു കാര്യം മുൻനിർത്തി പത്രിക തള്ളിയിട്ടുണ്ട്. എന്താണ് ഉണ്ടായത്? PV അൻവർ നൽകിയ നാമനിർദ്ദേശ പത്രികകളിൽ 2 നിർദ്ദേശ പത്രികയാണ് PV അൻവർ നൽകിയിരുന്നത്. അതിൽ ഒരെണ്ണമാണ് തള്ളിയത്. തൃണമൂൽ കോൺഗ്രസ് ചിഹ്നം ചേർത്ത് 2 പൂവും പുല്ലും ചേർന്ന ചിഹ്നം ചേർത്ത് നൽകിയ പത്രികയാണ് തള്ളിയത്. അത് ആൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ കേരള ഘടകത്തിന് അത് ഉപയോഗിക്കാനുള്ള സാങ്കേതിക പ്രശ്നം കാരണം ഇപ്പോൾ പത്രിക തള്ളിയിട്ടുള്ളത്. അൻവർ നേരത്തെ മത്സരിച്ചതുപോലെ അതേ ചിഹ്നത്തിൽ തന്നെ, അതായത് ഓട്ടോറിക്ഷ ചിഹ്നത്തിലായിരിക്കും മത്സരിക്കുക. തൃണമൂൽ കോൺഗ്രസിന്റെ സ്വതന്ത്രനായി മത്സരിക്കുമെന്നാണ് അൻവർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഇവിടെ ഈ പറയുന്ന ഈ സാങ്കേതിക തടസ്സം അതെന്താണ് സ്വാലിഹ്? അത് തൃണമൂൽ കോൺഗ്രസിന്റെ കേരള ഘടകത്തിന് അതിലെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട സാങ്കേതികമായ വിഷയങ്ങളാണ്. ഈ നേരത്തെ ഇവിടെ പാർട്ടി രജിസ്റ്റർ ചെയ്തിരുന്നില്ല. തൃണമൂൽ കോൺഗ്രസിന്റെ കേരള ഘടകം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ചിഹ്നം ഉപയോഗിക്കാൻ, പാർട്ടിയുടെ ചിഹ്നം ഉപയോഗിക്കാൻ കഴിയില്ല. അത് ദേശീയ പാർട്ടിയാണ്. അതുകൊണ്ട് ആ ചിഹ്നം ഉപയോഗിക്കാൻ നിലവിൽ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അൻവർ ഇത് മുൻകൂട്ടി പറഞ്ഞിരുന്നു. ഒരു പക്ഷേ ചിഹ്നം ലഭിക്കാൻ സാധ്യതയില്ല എന്ന് അൻവറുമായി അടുത്ത ബന്ധപ്പെട്ട വൃത്തങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ 2 സെറ്റ് പത്രികകൾ അദ്ദേഹം നൽകുകയും ചെയ്തിരുന്നു. ഒന്ന് ഓട്ടോറിക്ഷയാണ് ചിഹ്നം നൽകിയിരുന്നത്. സ്വതന്ത്രനായി മത്സരിച്ചപ്പോൾ നേരത്തെ ഉപയോഗിച്ചിരുന്നത് ഓട്ടോറിക്ഷ ചിഹ്നമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പത്രികയിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് ഇനി സാധിക്കുക. അപ്പോൾ ഇനി സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് അൻവർ എത്തും, അങ്ങനെയാണോ? തീർച്ചയായും തൃണമൂൽ കോൺഗ്രസിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി അദ്ദേഹം പാർട്ടി കൊടികളും മറ്റുമൊക്കെ ഉപയോഗിക്കും. അതേസമയം ചിഹ്നം ഓട്ടോറിക്ഷയായിരിക്കും. ഈ തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചിഹ്നം ഉപയോഗിക്കുന്നതിന് മാത്രമാണ് തടസ്സമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംശയമുള്ളത് കൊണ്ടാണ് 2 പത്രികകൾ അദ്ദേഹം നൽകിയിരുന്നത്. അതിൽ ഇപ്പോൾ ഈ തൃണമൂൽ കോൺഗ്രസിന്റെ ചിഹ്നം ചേർത്ത് നൽകിയ പത്രിക തള്ളിയിരിക്കുന്നത്. അപ്പോൾ ഈ അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സമയത്തും അദ്ദേഹത്തിനും ഈ കാര്യത്തിലൊരു സംശയം ഉണ്ടായിരുന്നില്ലേ? അതാണോ ഈ 2 പത്രികകൾ നൽകിയത്? തീർച്ചയായും സ്ഥാനാർത്ഥികളെല്ലാം 2-3 സെറ്റ് പത്രികകൾ സാധാരണ നൽകുന്നുണ്ട്, സമർപ്പിക്കുന്നുണ്ട്. അതനുസരിച്ച് അൻവർ ആണെങ്കിൽ 2 ചിഹ്നങ്ങൾ ചേർത്ത് ആണ് നൽകിയിട്ടുള്ളത്. ഇതിനു പുറമെ ഡമ്മി സ്ഥാനാർത്ഥിയെയും പത്രിക നൽകിയിട്ടുണ്ട്. നിലവിൽ 19 പേരിൽ നിന്ന് 25ഓളം പത്രികകളാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ സൂക്ഷ്മ പരിശോധനയുടെ ഘട്ടത്തിലാണ് ഈ പത്രിക ഇപ്പോൾ തള്ളിപ്പോയിട്ടുള്ളത്. മറ്റൊരു അതായത് 2ാമത്തെ സെറ്റ് പത്രികയിലാണ് ഇപ്പോൾ മത്സരിക്കാൻ സാധിക്കുക. സ്വാലിഹ്, ഇത് PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയാണ്. കാരണം PV അൻവർ ആദ്യമൊക്കെ മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കുന്നു എന്ന് പറയുന്നു. മത്സരിക്കാൻ കയ്യിൽ പണമില്ല എന്നൊക്കെ പറയുന്നു. ഏറ്റവും അവസാന ലാപ്പിലാണ് പിന്നീട് മത്സരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. പക്ഷേ ഈ പത്രിക തള്ളിയത് അത് അൻവറിന് വലിയ തിരിച്ചടിയല്ലേ? ഇത് തിരിച്ചടി എന്ന് പറയാൻ കഴിയില്ല. ഇത് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട, ഇലക്ഷന്റെ മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ട സാങ്കേതികമായ വിഷയങ്ങളാണ്. ഇത്തരത്തിൽ ഈ ചിഹ്നം ഉപയോഗിക്കുന്നതുമൊക്കെയായി ബന്ധപ്പെട്ട് സാധാരണ ഈ സ്വതന്ത്രന്മാർക്കൊക്കെ ചിഹ്നം ഉപയോഗിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അതനുസരിച്ച് തന്നെ നൽകിയ മറ്റൊരു പത്രിക, ഇത് ഇങ്ങനെയുള്ള സാധ്യതകളൊക്കെ മുന്നിൽ കണ്ടാണ് സ്ഥാനാർത്ഥികൾ 2-3 ഒക്കെ പത്രികകൾ സമർപ്പിക്കുന്നത്. ഈ ഒരെണ്ണം തള്ളിപ്പോയാൽ മറ്റൊരെണ്ണം ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണ്. അങ്ങനെയാണ് അതിന്റെ ഒരു നടപടിക്രമങ്ങൾ പൊതുവിൽ ഉള്ളത്. പക്ഷേ അൻവറിനെ സംബന്ധിച്ചിടത്തോളം തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി, ഔദ്യോഗിക സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ തൃണമൂൽ കോൺഗ്രസിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തിന് മത്സരിക്കുന്നതിന് തടസ്സവും. അപ്പോൾ സ്വാലിഹ്, ഇനി മത്സരിക്കാൻ ഈ അൻവറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം എന്താണ്? വ്യക്തമായില്ല സ്വാലിഹ്, ഇനി മത്സരിക്കാൻ പ്രധാനമായും ഈ അൻവറിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്ന മാനദണ്ഡം എന്താണ്? മറ്റു മാനദണ്ഡങ്ങളൊന്നുമില്ല. മറ്റൊരു പത്രിക സ്വീകരിച്ചിട്ടുണ്ട്. ഈ മറ്റൊരു ചിഹ്നം ചേർത്ത് നൽകിയ, അതായത് ഓട്ടോറിക്ഷ ചിഹ്നം ചേർത്ത് നൽകിയ ചിഹ്നം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മാറുമെന്നതാണ് പ്രത്യേകത. അത് തൃണമൂൽ കോൺഗ്രസിന്റെ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തിന് മത്സരിക്കുന്നതിന്
തടസ്സങ്ങൾ ഉണ്ടാവില്ല. പാർട്ടി ചിഹ്നത്തിൽ ആൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ കഴിയില്ല എന്ന പ്രശ്നമാണ് ഇതിലുള്ളത്. അദ്ദേഹം പുതിയൊരു പാർട്ടി അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന തൃണമൂൽ കോൺഗ്രസ് തന്നെയാണ്, പക്ഷേ അത് കേരളത്തിൽ പുതുതായി അതിൽ പുതിയ നേതൃത്വമായി ആണ് അദ്ദേഹം മറ്റു പല പാർട്ടികളോടും ചർച്ചകളൊക്കെ നടത്തി പിന്നീട് ഒടുവിൽ തൃണമൂൽ കോൺഗ്രസിൽ എത്തിയതായിരുന്നു അദ്ദേഹം. അതിനുശേഷം വളരെ പെട്ടെന്ന് എത്തിയ ഒരു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട മറ്റു ക്രമങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊന്നും പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. അത് അങ്ങനെ ഒരു ഉപദേശം അദ്ദേഹത്തിന് അഭിഭാഷകരുടെ കയ്യിൽ നിന്ന് അത്തരത്തിലൊരു ഉപദേശം ലഭിച്ചതുകൊണ്ട് തന്നെയാണ് 2 പത്രിക സമർപ്പിച്ചിരുന്നത്.